ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റ് ഇന്ത്യ പൊരുതി നേടിയ സമനില. അങ്ങനെ 4ാം ടെസ്റ്റ് സമനിലയായതോടെ പരമ്പര 2-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ലാസ്റ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയിക്കാനായാൽ പരമ്പര സമനിലയിലാവും. 5ാം ദിനം 174-2 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ KL രാഹുലിനെ നഷ്ടമായി. പിന്നീട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ ഈ സീരീസിലെ 4ാം സെഞ്ചുറിയും ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിങ്സിലെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ 9ാം സെഞ്ചുറിയുമാണ് വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് ശുഭ്മാൻ ഗിൽ നേടി. പിന്നീട് അധികം വൈകാതെ തന്നെ ശുഭ്മാൻ ഗിൽ പുറത്തായി 103. പതിവിന് വിപരീതമായി ജഡേജയ്ക്ക് മുൻപ് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഇന്ത്യ ബാറ്റിങ്ങിന് അയച്ചത്. ശുഭ്മാൻ ഗിൽ പുറത്തായതോടെ വാഷിംഗ്ടൺ സുന്ദറിന് കൂട്ടായി രവീന്ദ്ര ജഡേജ. ശുഭ്മാൻ ഗില്ലും KL രാഹുലും പുറത്തായപ്പോൾ തന്നെ ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് നിരാശയും ഇംഗ്ലണ്ടിൻ്റെ ആരാധകരുടെയും കളിക്കാരുടെയും കോച്ചിൻ്റെയും എല്ലാ മുഖത്ത് വളരെയേറെ സന്തോഷവും ഉണ്ട്. കാരണം ഇനി വെറും 6 വിക്കറ്റ് ഇന്ത്യൻ വാലറ്റത്തെ എറിഞ്ഞിടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ കളത്തിൽ നിന്ന ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിനെതിരെ പൊരുതുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടുപേരും സ്ട്രൈക്കുകൾ കൈമാറിയും വേണ്ട സമയത്ത് ബൗണ്ടറികൾ നേടിയും സ്കോർ മുന്നോട്ട് നയിച്ചു. അധികം വൈകാതെ തന്നെ രണ്ടുപേരും 50 നേടി. ഇംഗ്ലണ്ട് ബൗളർമാർ മാക്സിമം ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഡെവ്സൺ 47 ഓവറാണ് എറിഞ്ഞത്. വോക്സ് 23 ഓവറും ആർച്ചർ 23 ഓവറും ജോ റൂട്ട് 19 ഓവറും എറിഞ്ഞു. എന്നിട്ടും പിന്നീടൊരു വിക്കറ്റ് നേടാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. അങ്ങനെ വാഷിംഗ്ടൺ സുന്ദർ 80 റൺസും രവീന്ദ്ര ജഡേജ 89 റൺസ് എടുത്ത് നിൽക്കെ ബെൻ സ്റ്റോക്സ് താനും തൻ്റെ കളിക്കാരും ടയേർഡായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്പയറിനെ അപ്രോച്ച് ചെയ്തു. തങ്ങൾ ഡ്രോയ്ക്ക് തയ്യാറാണ്. ഫ്ലാറ്റായിട്ടുള്ളൊരു വിക്കറ്റ്, ബാറ്റ് ചെയ്യാൻ വളരെയേറെ അനുയോജ്യമായി തോന്നിയ വിക്കറ്റ്, അതിൽ നിന്നും ബൗളർമാർക്ക് യാതൊരു പ്രതീക്ഷയും കിട്ടുന്നില്ല എന്നുള്ളൊരു വിക്കറ്റ്, 80ഉം 89ഉം റൺസ് എടുത്തിരിക്കുന്ന ആരെങ്കിലും ഡ്രോയ്ക്ക് തയ്യാറാകുമോ? അറ്റ്ലീസ്റ്റ് ഒരു സെഞ്ചുറിയെങ്കിലും നേടണ്ടേ. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ രവീന്ദ്ര ജഡേജ അത് നിരസിച്ചു. അമ്പയറിനെ സമീപിച്ചോളം അമ്പയർ പറഞ്ഞത് ഇന്ത്യൻ ടീമും എഗ്രി ചെയ്യണം. പക്ഷേ രവീന്ദ്ര ജഡേജ അത് നിരസിച്ചതിനാൽ ബെൻ സ്റ്റോക്സും കൂട്ടരും വളരെയേറെ നിരാശാജനകരായി. തുടർന്ന് വീണ്ടും ബൗൾ ചെയ്യാൻ ഇംഗ്ലണ്ട് തയ്യാറായി. താമസിയാതെ തന്നെ രവീന്ദ്ര ജഡേജ തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കി. അതുകൊണ്ട് കഴിഞ്ഞില്ല. രവീന്ദ്ര ജഡേജ ഡ്രോയ്ക്ക് തയ്യാറാവാതെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ സെഞ്ചുറി നേടിയ ഉടൻ തന്നെ ഇന്ത്യ ഡ്രോയ്ക്ക് സമ്മതിച്ചു. 425-4 എന്ന നിലയിൽ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. ഡ്രോയ്ക്ക് തയ്യാറായി. ഈ സമനില എന്തായാലും ഇന്ത്യക്ക് വിജയത്തോളം മധുരമുള്ളതാണ്. അത്രയേറെ ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും KL രാഹുലും ചേർന്ന് പൊരുതി നേടിയ സമനില എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യക്ക് ഇപ്പോൾ ഈ കളി അഥവാ ഒരു പക്ഷേ ഇംഗ്ലണ്ട് ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ പരമ്പര തന്നെ നഷ്ടമായേനെ. 3-1 ഇംഗ്ലണ്ടിന് പരമ്പര അടിയറവ് വയ്ക്കേണ്ടി വന്നേനെ. അതിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ കരകയറിയിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് മുന്നിലുള്ള അടുത്ത ചാൻസ് എന്ന് പറയുന്നത് 5ാം ടെസ്റ്റ് വിജയിച്ച് പരമ്പര സമനിലയാക്കുക എന്നുള്ളതാണ്. ആ ഒരവസരം
തലനാരിഴയ്ക്ക് നഷ്ടമായില്ല. എന്തായാലും പതിവിന് വിപരീതമായി നല്ല പാർട്ട്ണർഷിപ്പുകളോടുകൂടി ശുഭ്മാൻ ഗില്ലും സുന്ദറും KL രാഹുലും രവീന്ദ്ര ജഡേജയും പാറ പോലെ ഉറച്ചു നിന്നതിൻ്റെ ഫലമായി ഇന്ത്യ വിജയത്തോളം മധുരമുള്ള ഒരു സമനില നേടിയെടുത്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ ടീം ഇന്ത്യ. ബൈ ഫ്രണ്ട്സ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.